മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കൾക്ക് സ്വാഗതം. കാറ്റേ കടലേ, കാറ്റിനെ നമ്മൾ എവിടെ നിന്ന് കാണും? കടൽ തീരത്ത് പോയാൽ കാണോ? കാറ്റേ കടലേ എന്ന് പറയുന്നത് നമ്മുടെ 4ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റ് ആണ് അല്ലേ. ഒരു യൂണിറ്റിൽ തന്നെ ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ കാറ്റേ കടലേ എന്നാണ് യൂണിറ്റിന്റെ പേര്. നമ്മൾ നോക്കാം, ഇതൊരു കാറ്റാണ് അല്ലേ. അപ്പൊ കടൽ തീരത്ത് പോകുന്ന സമയത്തൊക്കെ നമ്മൾ കാറ്റിനെ കാണാറുണ്ടോ? കാണാറുണ്ടോ? അപ്പൊ കാറ്റ് എവിടെയൊക്കെയാണ് ഉണ്ടാവുന്നതിനെ പറ്റിയൊക്കെ ഉള്ളൊരു പാഠഭാഗമൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതിനപ്പുറം നമുക്കൊന്ന് പറയാനുള്ളത്, നമ്മുടെ സൈലത്തിന്റെ പ്രാണ ബാച്ചിനെ എല്ലാവർക്കും അറിയാലോ സൈലത്തിന്റെ പ്രാണ ബാച്ച്. സൈലത്തിന്റെ പ്രാണ ബാച്ചിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തവർക്ക് ഇപ്പോൾ ഒരു ഓഫർ ഉണ്ട്. നോക്കൂ, 1749 രൂപയോട് കൂടി ഒരു മെഗാ ഓഫർ തന്നിരിക്കുകയാണ് സൈലം. 30% അല്ലേ, 30%, 30% ഓഫറോട് കൂടി നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാം. 2499 ഉള്ളത് ഇപ്പോൾ 1749 രൂപ മാത്രമാണുള്ളൂ കേട്ടോ. നിങ്ങൾ നോക്കുക, മെഗാ 30 എന്ന് പറയുന്ന ഒരു കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഡെയിലി ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകളിൽ അടിപൊളി ഒരു ബാച്ചാണ്. LSS ഒക്കെ വരുന്നത് കൊണ്ട് നമ്മൾ പാഠങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കണം അല്ലേ. പുതിയൊരു ബാച്ച്, അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തൊട്ടുള്ള പാഠഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും. എല്ലാവരും പെട്ടെന്ന് തന്നെ ഇതിൽ ജോയിൻ ചെയ്യാട്ടോ. നോക്കൂ, അപ്പോൾ മാനത്തും താഴത്തും എന്ന് പറയുന്ന ഒരു പാഠമാണ് കാറ്റേ കടലിൽ ഉള്ള ആദ്യത്തെ പാഠം എന്ന് പറയുന്നത്. അപ്പൊ കാറ്റിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. എന്നെ എവിടെ നിന്ന് കാണുമെന്ന് അല്ലേ. കാറ്റിനെ എവിടെ നിന്ന് കാണുമെന്ന് ചോദിക്കുമ്പോൾ കാറ്റ് ഞാനിവിടെയൊക്കെ ഉണ്ട്, പല സ്ഥലങ്ങളിലുണ്ട് അല്ലേ, നിങ്ങൾ എന്നെ അവിടെ കാണുന്നില്ലേ, ഇവിടെ കാണുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ഒരു പാഠഭാഗമാണ് മാനത്തും താഴത്തും. വിശദമായിട്ട് ലൈവ് ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. ഇതിൽ നമുക്ക് ടീച്ചേഴ്സിനും അതുപോലെ കുട്ടികൾക്കും എല്ലാം ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഞങ്ങൾ 5 എന്ന് പറയുന്ന ഒരു കവിതയെ പറ്റി പറയുന്നുണ്ട്. ഞങ്ങൾ 5, അത് നമുക്ക് പക്ഷെ പാഠത്തിൽ തന്നിട്ടില്ല. ഏതാണ് ഈ ഞങ്ങൾ 5 എന്ന് പറയുന്ന കവിത? നമുക്കൊന്ന് നോക്കിയാലോ. ഞങ്ങൾ 5 എന്ന് പറയുന്ന കവിതയും ഈ പാഠഭാഗവും തമ്മിൽ കാറ്റ് സംശയം പറഞ്ഞു കൊടുക്കുകയാണ്, എന്നെ എവിടെ നിന്നെല്ലാം കാണാ എന്ന് പറയുന്നത്. അത് ഈ കവിതയുമായിട്ട്, ഞങ്ങൾ 5 എന്ന് പറയുന്ന കവിതയുമായിട്ട് നമ്മളോട് താരതമ്യം ചെയ്യാൻ പറയുന്നുണ്ട്. അതുമായിട്ട് താരതമ്യപ്പെടുത്തി എഴുതാൻ പറയുന്നുണ്ട് കേട്ടാ. അപ്പൊ ഇതാണ്, നോക്കൂ. കാതു പറഞ്ഞു കിളികൾ ചൊല്ലി പുലരി അണഞ്ഞെന്ന്. കാതു പറഞ്ഞു കിളികൾ ചൊല്ലി പുലരി അണഞ്ഞെന്ന്. കാതു പറഞ്ഞു, കാത് ചെവി പറഞ്ഞു, കിളികൾ ചൊല്ലി കിളികളുടെ പാട്ടുകൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുകയാണ് പുലരി അണഞ്ഞെന്ന്. പുലരി എന്ന് പറഞ്ഞാൽ പ്രഭാതമാണ്. എന്താണ്? പ്രഭാതം. പ്രഭാതം എന്താണ്? പ്രഭാതം അല്ലേ. അല്ലെങ്കിൽ അതിവിടെ എഴുതിയാലോ, പുലരി. പുലരി എന്ന് പറഞ്ഞാൽ രാവിലെ അല്ലേ, അല്ലെങ്കിൽ പ്രഭാതം എന്നൊക്കെ അർത്ഥം കേട്ടോ. രാവിലെ അല്ലെങ്കിൽ പ്രഭാതം, പുലർച്ചെ എന്നൊക്കെ അർത്ഥം. അത് കിളികൾ ചൊല്ലി അത് കണ്ടിട്ട് അത് കേട്ടിട്ട് നമ്മള് കാതു പറയാണ് പുലരി വന്നു എന്ന്. പിന്നെയോ അടുത്തത് മൂക്കു പറഞ്ഞു. മൂക്കു പറഞ്ഞു, എന്താ മൂക്കു പറഞ്ഞത്? അരികത്തെങ്ങോ പൂവ് വിരിഞ്ഞെന്ന്. അവിടെ അടുത്തടിയോ പൂവ് വിരിഞ്ഞിട്ടുണ്ട് അല്ലേ. ആരാ പറഞ്ഞത്? മൂക്ക്. മണത്തോ പൂ വിരിഞ്ഞത്? നല്ല മുല്ലപ്പൂവിന്റെ മണം അല്ലേ, ചെമ്പകപ്പൂവിന്റെ മണം. അത് നമ്മളോട് പറയുന്നത് നമ്മുടെ മൂക്കാണ് അല്ലേ. മൂക്കു പറഞ്ഞു അരികത്തെങ്ങോ പൂവ് വിരിഞ്ഞെന്ന്. അടുത്തത് കണ്ണു പറഞ്ഞു. നമ്മുടെ കണ്ണു പറഞ്ഞു കാണാൻ എന്തൊരു ചേലി പൂവെന്ന്. ഈ പൂവിനെ കാണാൻ എന്തൊരു ചേല. ചേല് എന്ന് പറഞ്ഞാല് ഭംഗി എന്നാണ് അല്ലേ അർത്ഥം. ചേല് എന്ന് പറഞ്ഞാല് ഭംഗി എന്നാണ് അർത്ഥം. അപ്പോ നമ്മുടെ കണ്ണാ പറയുന്നത് ആ പൂവിനെ കാണാൻ എന്തൊരു ചേലാന്ന്, എന്തൊരു ഭംഗിയാന്ന്. പിന്നെ പറയാണ് കയ്യു പറഞ്ഞു നനുത്തതാണി പൂവിന്നിതളെന്ന്. നനുത്തത് സോഫ്റ്റ് ആണ് അല്ലേ. കൈയാണ് നമ്മളോട് പറയുന്നത്. ടച്ച് ചെയ്തപ്പോൾ, തൊട്ടപ്പോൾ നമ്മുടെ കൈ നമ്മളോട് പറയാണ്, ഈ പൂവിന്റെ ഇതള് നല്ല സോഫ്റ്റ് ആണ് എന്ന്.
കൈ സംസാരിക്കോ? ഇല്ല, കൈ കൊണ്ട് നമ്മൾ അറിയുകയാണ് അല്ലെ. നനുത്തതാണി പൂവിന്നിതളെന്ന്. ഇനി നാവ് എന്തോ പറയുന്നുണ്ട് അല്ലെ. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ അല്ലെ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാണ് കാതും മൂക്കും കണ്ണും അല്ലെ. കൈ എന്ന് പറയുന്നത് തൊലി മൊത്തമായിട്ടുണ്ട്, കൈ മാത്രല്ല. പിന്നെ നാവ് പറഞ്ഞു എന്തൊരു മധുരം പൂന്തേനിന്നെന്ന്. നാവ് എന്താ നമ്മളോട് പറഞ്ഞത്? നമ്മളൊരു പൂവിലെ തേനിങ്ങനെ തൊട്ട് എന്തൊരു മധുര അല്ലേ, നല്ല മധുരം എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ നാവാണ് നമ്മളോട് അറിയിച്ചു തരുന്നത്. എന്ത്? പൂന്തേനിന് നല്ല മധുരമുണ്ടെന്ന്. അപ്പോൾ കാതും പറഞ്ഞു, കേട്ടിട്ട് നമ്മൾ അറിയുന്നു അല്ലേ, മണത്തിട്ട് നമ്മൾ അറിയുന്നു, കണ്ടിട്ട് നമ്മൾ അറിയുന്നു, തൊട്ടിട്ട് നമ്മൾ അറിയുന്നു, രുചിച്ചിട്ട് നമ്മൾ അറിയുന്നു. അങ്ങനെ നമ്മൾ 5 പേരിലൂടെ നമ്മൾ ഇങ്ങനെ കാതിലൂടെ, മൂക്കിലൂടെ, കണ്ണിലൂടെ, കയ്യിലൂടെ, നാവിലൂടെ നമ്മൾ ഇതെല്ലാം അനുഭവിച്ചറിയുകയാണ്. അതാണ് ഞങ്ങൾ 5 എന്ന് പറയുന്ന കവിത അല്ലെ. അധ്യാപകർക്കും കുട്ടികൾക്കും എല്ലാം വളരെ ആവശ്യമുള്ളൊരു കവിതയാണ് ഞങ്ങൾ 5 അല്ലേ. കാതു പറഞ്ഞു കിളികൾ ചൊല്ലി പുലരിയണഞ്ഞെന്ന്, മൂക്കു പറഞ്ഞു അരികത്തെങ്ങോ പൂവിരിഞ്ഞെന്ന്, കണ്ണു പറഞ്ഞു കാണാൻ എന്തൊരു ചേലിപ്പൂവെന്ന്, കയ്യു പറഞ്ഞു നനുത്തതാണി പൂവിന്നിതളെന്ന്, നാവു പറഞ്ഞു എന്തൊരു മധുരം പൂന്തേനിന്നെന്ന്. നാവ് പറയാണ് എന്തൊരു മധുരാണ് ഈ പൂന്തേനിന്. അപ്പോൾ ഞങ്ങൾ 5 എന്ന് പറയുന്ന കവിത ഇതാണ്. നമ്മുടെ ഈ ഒരു കവിതയിലും മാനത്തും താഴത്തും എന്ന് പറയുന്ന കവിതയിലും കാറ്റിങ്ങനെ പറയുന്നുണ്ട് അല്ലെ, എന്നെ എവിടെ നിന്നെല്ലാം കാണാമെന്ന്, എങ്ങനെയെല്ലാം അറിയാമെന്ന്. പല വഴിയിലൂടെ കാറ്റിനെ അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ അറിയുന്നത് കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടും തൊട്ടിട്ടും രുചിച്ചിട്ടും ഒക്കെയാണ് അല്ലെ. അതാണ് ഞങ്ങൾ 5 എന്ന് പറയുന്ന കവിതയില് നമ്മളോട് പറയുന്നത്. മറ്റൊരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് ടീച്ചർ വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ ബൈ.